ഒരാൾ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അല്ലെ, ജനനം മരണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ യുവാക്കളിൽ പെട്ടെന്ന് ഈ പ്രത്യേകിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും ജിമ്മിലൊക്കെ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാരിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മരണം, അതൊരു സഡൻ ഡെത്ത് നമുക്ക് ശരിക്കും ഒരു ടെൻഷനുള്ള കാര്യം തന്നെയാണ്. ഈ സഡൻ കാർഡിയാക് ഡെത്ത് ആണ് ഇതിന് കാരണം എന്നാണ് പലപ്പോഴും പറയാറ്. എസ്പെഷ്യലി യുവാക്കളിൽ ഇത് വരുന്നത് മുൻകൂട്ടി ഇത് അറിയാൻ പറ്റാതിരിക്കുകയും മുൻകൂട്ടി അറിയാത്ത ഹൃദയ രോഗാവസ്ഥകളാണ് ഇതിലേക്ക് എത്തിക്കാറ്. ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമോപ്പതി, അതായത് ഹൃദയപേശികൾ അസ്വാഭാവികമായി കട്ടിയാവുന്ന ഒരവസ്ഥ, കൊറോണറി ആർട്ടറി ഡിസൈസസ്, അതായത് ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ, പിന്നെ ജെനറ്റിക്സ് ആണ്, ജനിതകപരമായ ഹൃദയ താളപ്പിഴകൾ, അതായത് ലോങ് ആയിട്ടുള്ള ക്യൂറ്റി ഇന്റർവൽ സിൻഡ്രം പോലുള്ള കാര്യങ്ങളൊക്കെ, ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗങ്ങൾ, മയോകാർഡൈറ്റീസ്, പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ്, വൈറൽ അണുബാധകളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ ഹൃദയപേശിക്ക് ഉണ്ടാവുന്ന ഇതുമൂലം കാരണമൊക്കെ ഹൃദയപേശികളിൽ വീക്കങ്ങൾ ഉണ്ടാവും. ഇനി ഇതൊക്കെ നമുക്ക് എങ്ങനെ മുൻകൂട്ടി അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്, ഹൈ റിസ്കിലാണ് നമ്മളെ ജീനുകൾ നിൽക്കുന്നതെങ്കിൽ ഇതിന് ട്രിഗർ ചെയ്യുന്ന എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രമരഹിതമായ ഭക്ഷണക്രമവും വ്യായാമക്കുറവും അമിതവണ്ണവും അമിതമായ മാനസിക പിരിമുറുക്കവും വേണ്ടത്ര ഉറക്കമില്ലായ്മയും ഹൃദയത്തിന്റെ രോഗത്തെ ആരോഗ്യമായി ബാധിക്കുന്ന പുകവലി, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ചിലപ്പോൾ സ്റ്റിറോയിഡ്സ് ആവാം. ഇതൊക്കെ ഹൃദയാഘാതത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. ശരിക്കും ഇതിൽ പല അവസ്ഥകളും പല ലക്ഷണങ്ങളും പെട്ടെന്ന് കാണിക്കാറില്ല. നമുക്ക് പെട്ടെന്നാണ് ഇതിൽ നമുക്ക് അമിതമായ നെഞ്ചുവേദന, അല്ലെങ്കിൽ അസ്വസ്ഥത, വ്യായാമം ചെയ്യുന്നുണ്ടാകുന്ന കഠിനമായ കിതപ്പ്, പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം, ബോധക്ഷയമൊക്കെ എത്തി ഹൃദയത്തിലെ അസാധാരണമായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ട് ഇവർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയൊക്കെ ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ജീവിതശൈലിയിലൂടെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും നമ്മളൊരു ജീവിതശൈലിയിലൂടെ പരിധിവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനോടൊപ്പം മുൻകൂട്ടി ഇതിനെ അറിയുന്നതാണ് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ, ഏറ്റവും പെർഫെക്റ്റ് സൊല്യൂഷൻ. മുൻകൂട്ടി അറിയുന്നതാണ് പ്രീഡിസ്പോസ്റ്റൻ പ്രോഗ്രാം. ഡീകോഡ്.me പോലുള്ള പ്രീഡിസ്പോസ്റ്റൻ പ്രോഗ്രാം ആണ്. ഇതിൽ ഏകദേശം 8ഓളം കണ്ടീഷൻസ് ആണ് നമ്മൾ സഡൻ കാർഡിയാക് ഡെത്തിലേക്ക് പോകുന്ന എന്തൊക്കെ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് നമുക്കുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റും.